വയനാട് വെറ്റിനറി സർവകലാശാലയിൽ റാഗിംഗ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഏകദിന ഉപവാസത്തിലാണ് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. എന്താണ് ഇത്തരത്തിൽ ഈ ഒരു ഇപ്പോൾ ഏറ്റവും പുതുതായി അറിയാൻ കഴിയുന്ന ഒരു അപ്ഡേഷൻ അനുസരിച്ച് VCA ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തുള്ള ഒരു നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കോൺഗ്രസ്. ഇത് വ്യക്തമാണ്, ഇതൊരു ആത്മഹത്യയല്ല. എന്തിന് ഒരു പയ്യൻ തൻ്റെ ജീവിതത്തിന്റെ എല്ലാമായ മാതാപിതാക്കളോട് എനിക്ക് ഇനിയും മുന്നോട്ട് പോകണം പഠിക്കാൻ, എനിക്ക് ഇതിനു ശേഷം മികച്ചൊരു വെറ്റിനറിയുടെ ഒരു ആളായി തീരണം എന്ന് പറയുന്ന പയ്യൻ എന്തിന് ആത്മഹത്യ ചെയ്യണം? ആ പയ്യനെ ആത്മഹത്യ ചെയ്തിരിക്കല്ല, ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് പോലീസ് അന്വേഷണം തെളിയേണ്ട കാര്യമാണ്. പക്ഷേ അതിന് തയ്യാറല്ലല്ലോ. പോലീസ് അതിലേക്ക് തയ്യാറാവണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. 302 വകുപ്പ് ചാർജ് ചെയ്തിട്ടില്ല, പക്ഷേ 307 ചാർജ് ചെയ്യണം. അറ്റംപ്റ്റ് ടു മർഡർ. കാരണം നിങ്ങൾക്കറിയാം, ഭക്ഷണം കഴിച്ചതായിട്ട് തെളിവില്ല 3 ദിവസം. ഇപ്പോൾ ഒരു സമരമാർഗത്തിലുള്ള വ്യക്തിയല്ല അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ആരാണ് കൊടുക്കാൻ സമ്മതിക്കാത്തത്? അദ്ദേഹത്തെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ. കങ്കാരു കോടതി, നിങ്ങൾക്കറിയാം, അരിയിൽ ഷുക്കൂർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കങ്കാരു കോടതി കൂടി കൊല്ലണം എന്ന് തീരുമാനിച്ച അതേ മാതൃകയിൽ ഇവിടെ ഈ പയ്യനെ, ഈ വിദ്യാർത്ഥിയെ കങ്കാരു കോടതി കൂടി ഭക്ഷണം കൊടുക്കണ്ട എന്നും നഗ്നനാക്കി മർദ്ദിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഭീകര മർദ്ദനത്തിന് വിധേയനായി മരിച്ച, അതിനുശേഷം എന്താണെന്നുള്ള പോലീസ് തെളിയട്ടെ. അങ്ങനെ കൊല്ലപ്പെട്ടൊരു വ്യക്തിയെ, അങ്ങനെ കൊല്ലപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ. അല്ലാതെ ഇത് ആത്മഹത്യയാണ് ഞങ്ങൾ കരുതുന്നില്ല, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കരുതുന്നില്ല. കാരണം എനിക്ക് ഇനിയും മുന്നോട്ട് പഠിക്കണം എന്ന് മാതാപിതാക്കളോട് പറഞ്ഞ വ്യക്തി തൻ്റെ സുഹൃത്തുക്കൾ വീട്ടിൽ വരുമ്പോൾ ആ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച ഇറച്ചി കൊടുക്കരുത്, ഞാൻ പുറത്തു പോയി വീട്ടിലേക്ക് ഇറച്ചി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോയി മേടിച്ചുകൊണ്ടുവരുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ആത്മഹത്യ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതിൽ ഒരു സങ്കടകരമായ കാര്യമുണ്ട്. ഇങ്ങനെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെയാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് പറയുമ്പോൾ ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് PM ആർഷോ അടക്കം വലിയ രീതിയിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. അതായത് സിദ്ധാർത്ഥ ഒരു SFI പ്രവർത്തകനായിരുന്നു, അല്ലെങ്കിൽ ഈ കൊലപാതകം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഈ ഒരു ആൾക്കൂട്ടത്തിൽ 4-5 SFIക്കാർ ഉണ്ട് എന്നുള്ളതിന് കൊണ്ട് ഇതൊരു SFIക്കാർ ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമല്ല. ചില SFIയുടെ തന്നെ ചില പൊതുപരിപാടികളിൽ അദ്ദേഹം മരിച്ച സിദ്ധാർത്ഥ് പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങളടക്കം ഉണ്ടെന്നുള്ള രീതിയിൽ വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. എന്നാൽ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ അത് SFIക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ്. അങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴും, അങ്ങനെയാണെങ്കിൽ കൂട്ടത്തിലുള്ള ഒരാളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്താണ് ബാക്കി ഈ കലാല രാഷ്ട്രീയത്തിൽ SFI മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം കൊലപാതക രാഷ്ട്രീയം തന്നെയാണെന്നൊരു വലിയൊരു ചിത്രം തെളിഞ്ഞു വരികയാണ്. അതെന്താണ് പറയാനുള്ളത് അക്കാര്യത്തിൽ? നിങ്ങൾക്കറിയാം, TP ചന്ദ്രശേഖരനും മാർക്സിസ്റ്റ് ആയിരുന്നു അല്ലേ? എന്താ സംഭവിച്ചത്? അതുപോലെ തന്നെ ഞാൻ കൃത്യമായി അദ്ദേഹത്തിനോട്, മാതാപിതാക്കളോട് ചോദിച്ചു, അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ. പിന്നെ 1-2 പേരാണോ? ഒരു പാർട്ടിയുടെ SFIയുടെ പാർട്ടി സ്ട്രക്ചർ അറിയുന്ന എല്ലാവർക്കും അറിയാം. യൂണിറ്റ് സെക്രട്ടറി പ്രതിയല്ലേ? അവിടുത്തെ ചെയർമാൻ പ്രതിയല്ലേ? അങ്ങനെ ചെയർമാനും യൂണിറ്റ് സെക്രട്ടറിയും പ്രതിയായത് പാർട്ടി അറിയാൻ നടക്കുമോ? ഒരു സംശയവുമില്ല. അവിടെ SFIയുടെ ആസൂത്രിതമായ കൊലപാതകമാണ് ഞാൻ ആരോപിക്കുകയാണ്. അവിടെ വേറൊരു പാർട്ടി ആ ക്യാമ്പസിലില്ല. ഇവിടെ ഒരു ചെറുപ്പക്കാരന്റെ ജീവിത പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു. ഒരു മാതാവിന്റെയും പിതാവിന്റെയും പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്നു. ഇത് ഒരു മാതാവിന്റെയും പിതാവിന്റെയും മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ മാതാപിതാക്കളുടെയും പ്രതീക്ഷ അസ്തമിച്ചിട്ടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം സിദ്ധാർത്ഥിന്റെ പുറത്തുള്ള ആക്രമണം എന്റെ പുറത്തുള്ള ആക്രമണമാണ്, നിങ്ങളുടെ പുറത്തുള്ള ആക്രമണമാണ്, ഇവിടുത്തെ ഓരോ ചെറുപ്പക്കാരന്റെ പുറത്തുള്ള ആക്രമണമാണ്, അവരുടെ കുടുംബങ്ങളുടെ പേരിലുള്ള ആക്രമണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾക്കറിയാം, ശരത്തും കൃപേഷും 2 ചെറുപ്പക്കാർ വെട്ടിക്കൊല്ലപ്പെട്ടു ഒരമ്പലത്തിലെ ഉത്സവത്തിന്റെ പേരിൽ. അന്ന് ഞങ്ങൾ പ്രതികരിച്ചു. അതിനുശേഷം അങ്ങനെ ദാരുണമായ മരണം ഉണ്ടായിട്ടുണ്ടോ? പേടിച്ചു. ഞങ്ങൾക്കിത് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കത്തില്ല. ഞങ്ങൾ പ്രതികരിക്കുന്നത് എങ്ങനെയാ? ഗാന്ധിയൻ മാർഗത്തിലൂടെ നിരാഹാരം അനുഷ്ഠിച്ചു, പ്രതിഷേധങ്ങൾ നടത്തിയുമല്ലേ. മറ്റൊരു അതിഭീകരമായ ഒരു കാര്യം, 130ഓളം ഇതുപോലെ വിദ്യാർത്ഥികൾ നോക്കി നിൽക്കുകയും, അതും SFIയുടെ പ്രവർത്തകരാണ് അതിൽ ഏറെയും. ഒരാൾ പോലും അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ സ്വന്തം സംഘടനയെ ഇത്തരത്തിലൊരു അതിക്രൂരമായ ഒരു പീഡനം ഒരു വിദ്യാർത്ഥിക്ക് നേരെ ഏൽപ്പിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ ഉള്ളൊരു മാനസികാവസ്ഥ, അത് ചെറുക്കാനായി ഒരാൾ പോലും മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ഭീകരമായ അവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു? ഞാൻ മാർ ഇവാനിസ് കോളേജിൽ പഠിക്കുന്ന സാഹചര്യം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. മാർ ഇവാനിസ് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ 8 KSUക്കാർ മാത്രമേ ഉള്ളൂ. യാഥാർത്ഥ്യമാണ്. ആ 8ൽ നിന്ന് ഇന്ന് യൂണിയൻ ഞങ്ങൾ പിടിച്ചു, അത് വേറെ കാര്യം. പക്ഷെ 8 പേര് മാത്രമായിരുന്നു. എന്നെ അടിക്കില്ല, കാരണം എന്നെ അടിച്ചാൽ വാർത്ത വരും.
7 പേരെ എന്നോട് ചേർന്ന് 7 പേരെ അടിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കിയ സാഹചര്യം ഞാൻ ഓർക്കുക. ഭയത്തിന്റെ അന്തരീക്ഷം ക്യാമ്പസുകളിലുണ്ട്. ഇന്ന് സിദ്ധാർത്ഥ ഗിൽ നാളെ നീ എന്നാണ് ആ 135 പേരെയും പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നത്. ഒരാൾ പോലും വാതിലൊക്കെയാണെങ്കിൽ എന്റെ കാര്യം നോക്കിക്കോളാം എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണിയാണ് സിൻജോ അടക്കം മുടക്കിയത്. ഞാൻ ഇവിടെ കേരളത്തിൽ ക്യാമ്പസിൽ പഠിച്ച വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ 135 പേരെ കുറ്റം പറഞ്ഞാൽ കാര്യമില്ല. നാസി ജർമ്മനിയിൽ ഇതേ സാഹചര്യമായിരുന്നു. സ്റ്റാലിന്റെ റഷ്യയിൽ ഇതേ സാഹചര്യമായിരുന്നു. കൂടെ നിൽക്കുന്നവരെ ഒറ്റിക്കൊടുക്കുന്നത് സഹപ്രവർത്തകരാ, മക്കളാ, അയൽവക്കക്കാരാ. എന്താ അവരെ ഭീഷണിപ്പെടുത്തി, അവരെ പേടിപ്പിച്ച് ഇന്ന് അവരാണെങ്കിൽ നാളെ നീ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം. എന്നും ഇങ്ങനെ സ്റ്റാലിന്റെ റഷ്യയാക്കി, അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ ജർമ്മനിയെ പോലെ കേരളം ഭരിക്കാമെന്ന് ആര് കരുതണ്ട. ഇവിടെ ചെറുപ്പക്കാർ പ്രതികരിച്ചിരിക്കും. ആ പ്രതികരണത്തിന് തുടക്കം മാത്രമാ ഇത്. ഇതുകൊണ്ട് അവസാനിക്കും നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിലും കഠിനമായ, ഇതിലും കടുത്ത തീരുമാനത്തിലേക്ക് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് പോകും, ഇവിടുത്തെ ചെറുപ്പക്കാർ പോകും. വേണമെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുവാനും യാതൊരു സംശയമില്ലാതെ മുന്നോട്ട് പോകേണ്ടി വന്നാൽ, നിരാഹാരം നടത്തേണ്ടി വന്നാൽ നടത്തും എന്ന് പറയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് സമരങ്ങൾ കടുപ്പിച്ച് പോകാൻ പോവുകയാണ്. ആ ചെറുപ്പക്കാരന് നീതി കിട്ടുന്നവരെ ഇവിടെ യൂത്ത് കോൺഗ്രസ് തെരുവീതിയിലായിരിക്കും. പോലീസിന്റെ അന്വേഷണം ഏതെങ്കിലും രീതിയിൽ ശരിയായ ദിശയിലാണെന്നോ അല്ലെങ്കിൽ നീതി ലഭിക്കുമെന്നോ, ഡീനിനെ ഇനി അങ്ങോട്ട് ഡീനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഒരു വിശ്വാസമുണ്ടോ? വൈകിയാണെങ്കിലും ഗവർണർ തീരുമാനമെടുത്തു പുറത്താക്കാൻ PC-യെ. അതുപോലെ തന്നെ ഡീനും മാറ്റി നിർത്തപ്പെടേണ്ട ആളാ. പക്ഷെ സർക്കാരിൽ എനിക്ക് പ്രതീക്ഷയില്ല. സർക്കാർ ചെയ്യുമെന്നും നീതി നടപ്പാക്കുമെന്നും എനിക്ക് പ്രതീക്ഷയില്ല. അതിന് വേണ്ട രീതിയിൽ ചെയ്യാൻ ഇവിടുത്തെ ചെറുപ്പക്കാർക്കറിയാം. ഇവിടുത്തെ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സിദ്ധാർത്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു മകനാണ്, ഞങ്ങളുടെ സഹോദരനാണ്. ആ സഹോദരന്റെ മാതാപിതാക്കൾ ഞങ്ങളുടെ മാതാപിതാക്കളാ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു പ്രതിജ്ഞ ചൊല്ലും, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഞങ്ങൾ പ്രവൃത്തി തെളിയിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം 307 വകുപ്പാണ് ചാർജ് ചെയ്യേണ്ടത്, അറ്റംപ്റ്റ് ടു മർഡർ. 302 ആവശ്യം. അത് അന്വേഷണ ശേഷം തെളിയട്ടെ. പക്ഷെ 307 വിട്ട് 306 307 വിട്ട് അന്വേഷിച്ചില്ലെങ്കിൽ അത് പക്ഷാപാതപരമായ ഒരു അന്വേഷണമാണെന്ന് ഈ അവസരത്തിൽ പറയേണ്ടി വരും. സിദ്ധാർത്ഥിന്റെ ഈ ഒരു ആത്മഹത്യയിലേക്ക് 15-ാം തീയതിയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ക്രൂരമായ ഒരു പീഡനം ഏൽക്കേണ്ടി വരുന്ന ആ ദിവസം. പിന്നീട് അങ്ങോട്ട് 3 ദിവസത്തിന് ശേഷം അതിക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ 18-ാം തീയതിയാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. ഈ ഒരു കലാലയത്തിലെ ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ ഡീൻ അടക്കം VC അടക്കം ഈ ഒരു ആത്മഹത്യയിൽ തുല്യ പങ്കാളിത്തമുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? എന്തോ ഈ സിദ്ധാർത്ഥിന്റെ ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ സർവകലാശാലയിലെ ഉദ്യോഗസ്ഥർക്ക്, പ്രധാനമായും ഡീൻ അടക്കം, ഹോസ്റ്റൽ വാർഡന്റെ ചുമതലയുള്ള ഡീൻ അടക്കമുള്ള പ്രധാന ഉദ്യോഗസ്ഥർക്കെല്ലാം തുല്യ പങ്കാളിത്തമുള്ളതായി തന്നെ വിശ്വസിക്കുന്നുണ്ടോ ഈ പ്രവർത്തനക്കൊപ്പം? ഇതിനകത്ത് അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇദ്ദേഹം കൊല്ലപ്പെടുന്ന ദിവസം ഒരു കേസ് അല്ലെങ്കിൽ ഇന്റേണൽ കംപ്ലയിൻസിന്റെ ഒരു കേസ് വന്നിട്ടുണ്ട്. ആ കേസ് എടുത്ത് എല്ലാവരെയും പ്രതി ചേർക്കണമെന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ മരിച്ച ദിവസം തന്നെ സിദ്ധാർത്ഥിനെ ഒരു മോശം ക്യാരക്ടറായിട്ട് കാണിക്കുവാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം. അതിനുശേഷം ശ്രീമതി രമയെ ആക്ഷേപിച്ചത് പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇന്ന് സിദ്ധാർത്ഥനെ ഒരു മോശക്കാരനായി സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം. ഇത് ആത്മഹത്യയൊന്നുമല്ല, ഇത് കൊലപാതകമാണ്. ഈ കൊലപാതകത്തിന് കൂട്ടുന്ന എല്ലാവരെയും നീതിയുടെ മുന്നിൽ കൊണ്ടുവരും. അതിന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം മുന്നിൽ കാണും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെറ്ററിനറി സർവകലാശാലയിൽ ഇതുപോലെ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ഈ ആന്റി റാഗിംഗ് സെല്ല് എടുത്തിരിക്കുന്ന ഒരു നടപടി ഇനിയുള്ള 3 വർഷത്തേക്കുള്ള ഒരു പഠന വിലക്കാണ്. അത് മതിയാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് ആന്റി റാഗിംഗ് സ്ക്വാഡ് കാര്യമില്ലേ? ഈ പറഞ്ഞ ആന്റി റാഗിംഗ് സ്ക്വാഡ് ഇതിന്റെ പുറകിലില്ലേ? എത്ര വർഷങ്ങളായി കലാലയങ്ങളിൽ ആന്റി റാഗിംഗ് സ്ക്വാഡും സെല്ലും ഒക്കെ പ്രവർത്തിക്കുന്നതല്ലേ? ഇങ്ങനത്തുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യകൾ ഉണ്ടാകുന്നതിന് ശേഷം മാത്രം ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കാനാണെങ്കിൽ എന്താണ് ആഗ്രഹം? എന്താ കാര്യം? ഇതിലെന്താ കാര്യം? ഒരു പയ്യനെ വിദ്യാർത്ഥിനികളോടൊപ്പം, സീനിയർ വിദ്യാർത്ഥിനിയോടൊപ്പം ഡാൻസ് ചെയ്തു എന്നതിന്റെ പേരിൽ ചെയ്തിരിക്കുക ഈ കൊലപാതകം. നിങ്ങൾക്കറിയാം, ആ പയ്യൻ ഫസ്റ്റ് ഇയർ പയ്യനല്ല, സെക്കൻഡ് ഇയർ ആണ്. ഹോസ്റ്റലിലെ റാഗിങ്ങിന്റെ പേരിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു പയ്യൻ, നമ്മൾ ഫ്രഷർ എന്ന നിലയ്ക്കാണ് ചില റാഗിങ് നടക്കുന്ന ചില സ്ഥലത്ത്. ഇത് അതുപോലുമല്ല. ഇത് സെക്കൻഡ് ഇയർ ആയിരിക്കുന്ന ഒരു പയ്യനെ അവന്റെ ക്ലാസ്മേറ്റ്